എല്ലാവർക്കും നമസ്കാരം. മധുരമുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെറുകഥയെക്കുറിച്ചാണ് നോക്കുന്നതല്ലേ. നവോത്ഥാന എഴുത്തുകാരെയും അവരുടെ എഴുത്തിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ ബാക്കി വെച്ച ലളിതാംബിക അന്തർജനം, കെ സരസ്വതി അമ്മ, നാഗവള്ളി ആർ.എസ്. കുറുപ്പ്, പുളിമാന പരമേശ്വരൻ പിള്ള, ഇ.എം. കോവൂർ, പോഞ്ഞിക്കര റാഫി, ടി.കെ.സി. വടുതല, മലയാറ്റൂർ, വി.കെ.എൻ. മുതലായവരെയാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലളിതാംബിക അന്തർജനം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അഗ്നിസാക്ഷി എന്ന നോവലല്ലേ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. ശ്രീമതി അന്തർജനം കവിതയിലൂടെയാണ് സാഹിത്യ ലോകത്തേക്ക് പ്രവേശിച്ചത്. പിന്നീടാണ് അവർ കഥകളിലേക്കും നോവലിലേക്കും തിരിഞ്ഞത്. നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുവാനാണ് അവർ തൻ്റെ തൂലിക ഉപയോഗിച്ചത്. ഇതിനു മുൻപ് നമ്പൂതിരി സമുദായത്തിലെ ഇതേ അനാചാരങ്ങളെ നിശ്ചിതമായി വിമർശിച്ച എഴുത്തുകാരുണ്ടായിട്ടില്ലേ? ആരൊക്കെയാണ്? വി.ടി. ഭട്ടതിരിപ്പാട്, മുത്തരിങ്ങോടനൊക്കെ നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങളെ തുറന്നു കാണിച്ചവരാണെങ്കിലും ഒരു സ്ത്രീ സ്വന്തം സമുദായത്തിനെതിരെ തൂലിക ചലിപ്പിക്കുന്നത്, അന്തർജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ തൂലിക ചലിപ്പിക്കുന്നത് ആരിലൂടെയാണ്? ലളിതാംബിക അന്തർജനത്തിലൂടെയാണ്. ശ്രീമതി അന്തർജനത്തിൻ്റെ ആദ്യ കഥ യാത്രാവസാനം എന്ന കഥയാണ്. സമുദായത്തിൻ്റെ ക്രൂരമായ ആചാരനീതികളാൽ തകർന്നടിഞ്ഞു പോകുമായിരുന്ന ഒരു ജീവിതം സ്നേഹത്തിൻ്റെ നവ്യകാന്തിയാർന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു കഥയാണ് യാത്രാവസാനം. ശ്രീദേവി എന്ന യുവതി വിധവയായതോടുകൂടി കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അങ്ങനെ അവർ തീർത്ഥാടനത്തിന് പോവുകയാണ്. അവൾക്ക് അവിടെ ഒരു സഹായത്തിനായി ദേവദൂതനെ പോലെ പ്രഭാകരൻ നമ്പൂതിരി വന്നെത്തുന്നു. അന്നത്തെ കാലത്ത് വിധവകളെ കാണുന്നത് പോലും ഒരു ശാപമായി കരുതിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പ്രഭാകരൻ നമ്പൂതിരി എന്ന കഥാപാത്രത്തെ കൊണ്ട് ലളിതാംബിക അന്തർജനം എന്തു ചെയ്തു? വിധവയായ ശ്രീദേവിയെ വിവാഹം കഴിപ്പിച്ചു. ഇനി ഇവരുടെ കുറ്റസമ്മതം എന്ന കഥ നോക്കിയാലോ? സ്മാർത്ത വിചാരത്തിന് വിധിക്കപ്പെട്ട ഒരു സാധനത്തിൻ്റെ നാടകീയ പ്രഭാഷണമാണ് ഈ ചെറുകഥ. എങ്ങനെയാണ് ഇതൊരു പ്രഭാഷണ രൂപത്തിലേക്കായി മാറിയത്? സ്മാർത്ത വിചാരം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ആ ഒരു അനീതിയോടുള്ള എഴുത്തുകാരിയുടെ രോഷം തിളച്ചു മറയുന്നത് ഈ കഥയിലൂടെ കാണാം. അടുത്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്ന കഥ. 1116 ഈ കഥ എഴുതുന്നത്. മാണിക്യൻ എന്ന കാളയുടെയും അഴകൻ എന്ന പുലയൻ്റെയും പരസ്പരമുള്ള ആത്മബന്ധത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ വൈകാരികമായ ഒരു കഥ പറയുന്നതാണ് ഈ കഥ. മാണിക്യൻ എന്ന കാള അഴകനോട് മാത്രമേ അടുക്കൂ, മറ്റാരെയും തൊടാൻ അനുവദിക്കില്ല. എല്ലാവരും പറഞ്ഞു അഴകൻ മാണിക്യനെ എന്തോ ഗൂഢോത്രം ചെയ്തിട്ടാണെന്ന്. അവസാനം ജന്മി എന്ത് ചെയ്തു? ഇതിനെ വിൽക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ കാളയെ വിൽക്കുകയും കഥാന്ത്യത്തിൽ ക്ഷീണിച്ച് അവശനായ മാണിക്യനെ അഴകൻ കണ്ടെത്തുന്നതുമാണ് കഥ. ഏതാണ്ട് ഇതേ കഥയെ അടിസ്ഥാനമാക്കി പൊൻകുന്നം വർക്കിയും ഒരു കഥ രചിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയില്ലേ? ശബ്ദിക്കുന്ന കലപ്പ. അതുപോലെ തന്നെ വള്ളത്തോളും ഈ പ്രമേയത്തെ വിഷയമാക്കി കവിത രചിച്ചിട്ടുണ്ട്. ഏതാണ്? നിത്യകന്യക. ഇനി അന്തർജനത്തിൻ്റെ കുറച്ച് കഥകൾ പരിചയപ്പെടാം. മൂടുപടം, കാലത്തിൻ്റെ ഏടുകൾ, വിശ്വരൂപം, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, അഗ്നിപുഷ്പങ്ങൾ, കണ്ണീരിൻ്റെ പുഞ്ചിരി, പവിത്രമോതിരം, മാറാലകൾ, ധീരേന്ദ്ര മജുംദാറിൻ്റെ അമ്മ. ഇവരുടെ ആത്മകഥ ഏതാണെന്നറിയില്ലേ? അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ആളെ നോക്കാം. സ്ത്രീയുടെ അടിമത്തം ആദ്യം അബലയുടെ ഒരാവശ്യം, പിന്നീട് സമുദായം നിർബന്ധിക്കുന്ന ഒരാചാരം, അവിടവും കടന്ന് ഒടുവിൽ പാരമ്പര്യം പുലർത്തിപ്പോരുന്ന ഒരു ധർമ്മം. വാൾത്തലപ്പിനേക്കാൾ മൂർച്ചയുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? കെ സരസ്വതി അമ്മയുടേത്. ജീവിത പ്രതിഭാസങ്ങളെ, വിശേഷിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തെ ഇത്രമാത്രം യുക്തിബദ്ധമായി അറുത്തു മുറിച്ച് അപഗ്രഥിക്കുന്ന കഥാകർത്തിയെ അഥവാ കഥാകാരനെ വേറെ കാണാൻ കഴിയില്ല നമുക്ക്. അടക്കവും ഒതുക്കവും അനുസരണയും ഉള്ളവളായിരിക്കണം പെണ്ണ് എന്ന അലിഖിത നിയമം ആചരിച്ചു പോന്ന ഒരു സമൂഹത്തിലേക്കാണ് അനുസരണയില്ലാത്ത ഒരു താന്തോന്നി പെണ്ണിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പെൺബുദ്ധി എന്ന ചെറുകഥയുമായി കെ സരസ്വതി അമ്മ വരുന്നത്. അനുസരണയില്ലാത്ത താന്തോന്നിയായ വിലാസിനി ടൈപ്പിംഗ് പഠിക്കാൻ പോകുന്നു. അവിടെ വ്യോമകേശൻ എന്ന ഒരു കാമുകൻ അവളോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു. പക്ഷെ അവൾ അതിന് തയ്യാറാകുന്നില്ല. ഒരു ഓഫീസറും ഇതേപോലെ പ്രേമാഭ്യർത്ഥനയുമായി അവളെ സമീപിക്കുന്നു. അവരോടും അവൾ തണുത്ത മറുപടി പറഞ്ഞ് പിൻവാങ്ങുന്നു. എങ്ങനത്തവൻ്റെയും സ്നേഹം കൊണ്ട് ഒരു കാമുകിക്ക് ആനന്ദിക്കാം, പക്ഷേ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു തൊഴിലാണ് ഭാര്യാത്വം എന്നാണ് അവളുടെ ഉറച്ച വിശ്വാസം. അടുത്തത് ചോലമരങ്ങൾ എന്ന കഥ. കന്യാസ്ത്രീയുടെ പ്രതീകമാണ് ചോലമരം.
ഈ കഥയിലെ നായികയായ ഫിലോമിന എന്ന ലില്ലിക്കുട്ടി, അവൾക്ക് ഒരു കളിത്തോഴനുണ്ടായിരുന്നു, മധു. കാലം അവരെ അകറ്റി. മധു കാവി വസ്ത്രമണിഞ്ഞു, ലില്ലിക്കുട്ടി കറുപ്പു വസ്ത്രങ്ങളും. കുറേ നാളുകൾക്ക് ശേഷം ആ കന്യാസ്ത്രീ മഠത്തിൻ്റെ സ്വീകരണ മുറിയിലിരുന്ന് അവർ സംസാരിക്കുകയാണ്. രണ്ടുപേർക്കും പറയാനുണ്ട് ഭൂതകാലത്തിലെ ആ നല്ല കഥകൾ. രണ്ടുപേരുടെയും സ്വരത്തിൽ കണ്ണീരിൻ്റെ നനവുണ്ട്. പക്ഷേ ലില്ലിക്കുട്ടി തൻ്റെ പുതിയ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു. നഷ്ടബോധത്തിൻ്റെ ഉപ്പുരസം ഉടനീളം ചിതറിക്കിടക്കുന്ന ഒരു കഥയാണ് ചോലമരങ്ങൾ. പ്രഥമ രാത്രി, പരീക്ഷണം, ജോലി അന്വേഷിച്ച്, ഇടിവെട്ടു തൈലം, വിവാഹ സമ്മാനം, പ്രേമ പരീക്ഷണം, കലാമന്ദിരം, ചുവന്ന പൂക്കൾ, ഒരുക്കത്തിൻ്റെ നടുവിൽ, കീഴ്ജീവനക്കാരി, കനത്ത മതിൽ, ഇതൊക്കെ കെ സരസ്വതി അമ്മയുടെ കൃതികളാണ്. അടുത്തത് നാഗവള്ളി RS കുറുപ്പ്. നാഗവള്ളിയുടെ ശ്രദ്ധേയമായ ഏതാനും കഥകളാണ് നാഴികമണി, വരണമാല, കണക്കു ക്ലാസ്സിൽ, താരുണ്യത്തിൻ്റെ ചുടുകാറ്റ്, അമ്മാച്ചൻ, കരിനാക്കൻ കുഞ്ചു, തൊഴിലെന്ത്, മധുവിധു, പെണ്ണുകാണൽ, അയൽവാസികൾ, പരീക്ഷ, വഴിതെറ്റിയ വിമാനം, മരിച്ചിട്ടും മറന്നില്ല തുടങ്ങിയവ. ഇതിലെ വരണമാല ഒരു ദുരന്ത പ്രേമ കഥയാണ്. ക്ഷാമകാലത്ത് ഏറെ നാളായി കഞ്ഞിവെള്ളം കാണാതെ വാടി വലയുന്ന കൊച്ചുപപ്പുവിൻ്റെ ദുഃഖകരമായ അനുഭവം ആവിഷ്കരിക്കുന്നതാണ് കണക്കു ക്ലാസ്സിൽ എന്ന കഥ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ശക്തിയാർജിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ഏതാനും കഥകളും കവിതകളും ലഘുനാടകങ്ങളും ഉപന്യാസങ്ങളും രചിച്ച് തൻ്റെ അസുലഭമായ ഭാവനാസമ്പത്തും ശക്തിയും ആലോചനാശീലവും കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധേയനായി തീർന്ന കഥാകൃത്താണ്, നാടകകൃത്താണ് പുളിമാന പരമേശ്വരൻ പിള്ള. പുളിമാനയുടെ കൃതികളിൽ സാമൂഹിക ജീവിതത്തിലെ ജീർണതകളെയും അവയ്ക്ക് വളം വയ്ക്കുന്ന യാഥാസ്ഥിതിക ചിന്തകളെയും തുറന്നു കാട്ടി വിമർശിക്കുന്ന ഒരു ശൈലി കാണാവുന്നതാണ്. എന്നാലും സാമൂഹിക പ്രശ്നങ്ങൾ വളരെ അധികമൊന്നും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടില്ല. അതിലും അപ്പുറം വ്യക്തിഹൃദയങ്ങളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം രചന നടത്തിയിരുന്നത്. കൃതികൾ നോക്കാം. അനുഭവങ്ങൾ, അഭിമാനി, നേഴ്സിൻ്റെ മറുപടി, ഉർവശി. ഇതിൽ സുന്ദരിയായ സഹോദരിക്ക് കാമുകന്മാരുണ്ടായി. എന്നാൽ ഇളയ സഹോദരി പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചു. അങ്ങനെ ഉദ്യോഗം നേടി. കാലാന്തരത്തിൽ അവശ്യയായിത്തീരുന്ന മൂത്ത സഹോദരിക്ക് അവൾ എഴുതുന്ന കത്താണ് നേഴ്സിൻ്റെ മറുപടി. ഫലിതപ്രിയനായ ഒരു എഴുത്തുകാരനാണ് കോവൂർ. ഹാസ്യം കോവൂരിൻ്റെ സാഹിത്യത്തിലെ ഒരു മുഖ്യ സ്വഭാവമാണ്. എന്നാൽ സാമൂഹിക ജീവിത വിമർശനത്തിൻ്റെയും മനുഷ്യ സ്വഭാവ നിരീക്ഷണത്തിൻ്റെയും ഗൗരവഭാവം കലർന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഏറെയും. സമൂഹത്തിൽ കാണുന്ന ചില പ്രത്യേക ടൈപ്പുകളെയാണ് കോവൂർ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു വിലക്ഷണ സ്വഭാവമുള്ള ടൈപ്പുകളെ. കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത്, അഭിനവ കുചേലൻ, 20 to 20 വൈഫ്, നീ മണ്ണാകുന്നു, പശുക്കുട്ടി മുതലായവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കഥകളാണ്. പോഞ്ഞിക്കര റാഫി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്വർഗദൂതൻ എന്ന നോവലല്ലേ നമുക്ക് ആദ്യം ഓർമ്മ വരിക. ഇതുവരെയുള്ള എഴുത്തുകാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ജീർണതകളോട്, അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ വൈകാരികമായ സങ്കീർണങ്ങളായ പല തലങ്ങളോടും പല തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു എഴുത്ത് തന്നെയാണ് പൊതുവായി കാണുന്നത്. ശ്രീ റാഫിയുടെ കഥകളും അക്കൂട്ടത്തിൽ പെടുന്നു. അന്ധവിശ്വാസങ്ങളുടെയും മതനിയമങ്ങളുടെയും കടുംകെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ റാഫി സഹാനുഭൂതിയോടെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. സ്കോളർഷിപ്പ്, പരീക്ഷ, റെജീനയുടെ മരണം, ക്രിസ്തുവിൻ്റെ അമ്മ, ഓണം വന്നപ്പോൾ, അറിയാത്ത കാര്യം, സ്വർണമാല, ഭാവി, ഒഴിവുകാലം ഇവയൊക്കെ പോഞ്ഞിക്കര റാഫിയുടെ കഥകളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനിറങ്ങിയ വെള്ളപ്പട്ടാളത്തിൻ്റെ അനുഗ്രഹത്താൽ കണ്ടാൽ കൊള്ളാവുന്ന മകളുടെ പിതാവായ അന്തിരപ്പറങ്കിക്ക് കൈവരുന്ന ഭാഗ്യത്തെ റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കുന്ന കഥയാണ് ഭാഗ്യം വന്ന വീട്. അടുത്തത്, കാമുകിക്ക് സമ്മാനിക്കാൻ കരുതി വച്ചിരിക്കുന്ന പേരക്ക കാണാത്തതിൽ കോപിച്ച് കുളിക്കാത്തത് കൊണ്ടെന്ന വ്യാജേന കൊച്ചനുജനെ പ്രഹരിക്കുന്ന ജോണിൻ്റെ നർമ്മരസം കലർന്ന കഥയാണ് അനുജൻ്റെ കുളി എന്ന പ്രണയകഥ. അടുത്തത്, TKC വടുതലയെ നോക്കാം. ടെക്നിക്കിനെ കുറിച്ചോ എങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ഹൃദയസ്പർശകമാകും എന്നതിനെക്കുറിച്ചോ അധികം ചിന്തിക്കാൻ മെനക്കെടാതെ തൊട്ടടുത്ത അനുഭവങ്ങളെ ആസ്പദമാക്കി നേരെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് TKC വടുതലയുടേത്. ശരിക്കു പറഞ്ഞാലേ ഉള്ളടക്കത്തിലും ആവിഷ്കരണ രീതിയിലും മിക്കവാറും സുവർണയുഗത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് TKCയുടേത്. അതായത് സമുദായത്തിൻ്റെ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിത രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യ കഥാവിഷയം. ജീർണിച്ച ആചാരങ്ങളെയും വ്യവസ്ഥകളെയും വിമർശിക്കുന്ന കഥകൾ പലപ്പോഴും സ്വദേശ കഥകളായിട്ടാണ് കാണുന്നത്. ചങ്കരാന്തി അട, അച്ഛൻ്റെ വെന്തീഞ്ഞ ഇന്ന, ഇറങ്ങിപ്പോക്ക് തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട കഥകളാണ്.
കർഷകരുടെയും പുലയരുടെയും ഒക്കെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു കഥാകൃത്തിനെ നമ്മൾ പഠിച്ചിട്ടില്ലേ മുന്നേ? ആരാണത്? തകഴി ശിവശങ്കരപ്പിള്ളയാണല്ലേ. അടുത്തത് മലയാറ്റൂർ രാമകൃഷ്ണൻ. സാമൂഹികമായ സംഘർഷങ്ങളും പ്രതിസന്ധികളുമാണ് മലയാറ്റൂരിനെ കഥാകൃത്താക്കിയത്. താൻ ഉൾപ്പെട്ട തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെയും തനിക്ക് നേരിട്ട് പരിചിതമായ ബ്യൂറോക്രസിയുടെയും കഥകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. നർമ്മകഥകൾ മാത്രമല്ല, ഗൗരവമുള്ള വിഷയങ്ങളും മലയാറ്റൂർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ്, പാമ്പ്, അവകാശികൾ, ബ്രിഗേഡിയർ കഥകൾ, വേരുകൾക്ക് ഒരനുബന്ധം, സൂചിമുഖി മുതലായവ മലയാറ്റൂരിൻ്റെ കഥാസമാഹാരങ്ങളാണ്. മലയാറ്റൂരിൻ്റെ ആദ്യകാല കഥകളുടെ സമാഹാരമാണ് ആദ്യത്തെ കേസ്. അറബിയും ഒട്ടകവും, ചെലവാകാത്ത 5 രൂപ, കള്ളനോട്ടു കേസ്, പാമ്പ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ ഫലിത കഥകൾക്ക് ഉദാഹരണമാണ്. കമ്മീഷൻ പോയപ്പോൾ മലബാർ ഹില്ലും ഫൊറാസ് റോഡും 2 തെണ്ടികൾ എന്നിവയും പ്രത്യേകം ശ്രദ്ധയാർജിക്കുന്നു. അങ്ങനെ 2 ക്ലാസ്സുകളിലായി നവോത്ഥാന കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക എഴുത്തുകാരെയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആധുനികതയാണ്. അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.